ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരിയിലുണ്ടായ ശക്തമായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരം വീണും കാറ്റിൽ പറന്നും കേടുപാടുകൾ സംഭവിച്ചു. ചാലക്കുടിയിൽ റോഡിന് കുറുകെ വൈദ്യുതി കമ്പിയിൽ തട്ടിക്കിടന്ന മരത്തിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ പ്രതിപട്ടികയിലുള്ള CPM നേതാക്കൾ കൊച്ചിയിലെ പ്രത്യേക PMLA കോടതിയിൽ ഹാജരായി. കേസിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരിയിലുണ്ടായ ശക്തമായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരം വീണും കാറ്റിൽ പറന്നും കേടുപാടുകൾ സംഭവിച്ചു. മിന്നൽ ചുഴലിയിൽ വലിയ നഷ്ടമാണ് പ്രദേശത്തുണ്ടായത്. ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരിയിൽ പുറത്തൂർച്ചിറ ക്ഷേത്രത്തിന് സമീപമുണ്ടായ മിന്നൽ ചുഴലിയെ തുടർന്ന് പ്രദേശത്ത് വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. വള്ളൂപ്പറമ്പിൽ രാമന്റെ വീടിന് മുകളിലായി സ്ഥാപിച്ചിരുന്ന ഷീറ്റ് പൂർണ്ണമായും പറന്നുപോയി. വീടിന്റെ വാട്ടർ ടാങ്കും പാരപ്പറ്റും തകർന്ന നിലയിലാണ്. ഭയങ്കര ശബ്ദത്തോടുള്ള കാറ്റും മഴ ഇല്ലപ്പോ കാറ്റ് വന്ന് ഭയങ്കര ഒച്ചയും ഇതും. ഞാൻ എന്നിട്ട് എല്ലാം കൂടി ഇടിഞ്ഞു. എന്നിട്ട് മരം വീണിട്ടാണെന്ന് അറിയില്ലേ. പിന്നെ നേരം വെളുത്ത് വൈകുന്നേരം തന്നെ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ മരം വീണ്. പിന്നെ കറണ്ട് സർവീസ് വയർ പൊട്ടി അപ്പുറത്തെ വീട്ടിലെ മാവണത്. അത് ഒരു 2-3 കൊല്ലമായിട്ട് പറയുന്നത് അവരോട്. മുനിസിപ്പാലിറ്റി കംപ്ലൈൻ്റ് കൊടുത്തുള്ള തെങ്ങുണ്ട്. ഇനി വരണം. ഒരു തെങ്ങ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിപ്പോൾ അത് മുറിക്കണ കമ്പി പൊട്ടി. അത് മുറിക്കാൻ അതും ഇനി എന്നാണ് വീണെന്ന് പറയാൻ പറ്റില്ല. മണപ്പെട്ടി കമലാ ബാലകൃഷ്ണന്റെ വീടിന് മുകളിലേക്ക് സമീപ വീട്ടിലെ വലിയ മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ് അടുക്കളയും ഡൈനിങ് ഹാളും തകർന്നു. തച്ചപ്പള്ളി റോട്ടിൽ ഒരു 3 വീട്ടിലായിട്ട് കാറ്റില് വീടിന്റെ ഷീറ്റ് താഴേക്ക് വീണു. വാട്ടർ ടാങ്ക് പൊളിഞ്ഞു. പിന്നെ ആ വീട്ടിൽ തന്നെ ഒരുപാട് മരങ്ങൾ നശിച്ചിട്ടുണ്ട്. കോട്ടയിൽ മുരളിയുടെ വീടിന്റെ മുറ്റത്തുള്ള മാവിന്റെ ചില്ല ഒടിഞ്ഞു വീണ് ടെറസിന് കേടുപാടുകൾ സംഭവിച്ചു. തച്ചപ്പള്ളി റോഡിൽ 3 വീടുകളുടെ ഷീറ്റുകൾ കാറ്റിൽ പറന്നുപോയതായും വാട്ടർ ടാങ്കുകൾക്ക് നാശം സംഭവിച്ചതായും റിപ്പോർട്ട് ചെയ്യുന്നു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. ചാലക്കുടിയിൽ റോഡിന് കുറുകെ വൈദ്യുതി കമ്പിയിൽ തട്ടിക്കിടന്ന മരത്തിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വീണുകിടന്ന മരം സമയബന്ധിതമായി നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ചാലക്കുടി തൂമ്പാക്കോട് റോഡിനു കുറുകെ വൈദ്യുത കമ്പിയിൽ തട്ടിക്കിടന്ന മരത്തിലിടിച്ചാണ് സ്കൂട്ടർ യാത്രികനായ മൂതിരക്കണ്ണി മണ്ണുംപുറം തളിയൻ വീട്ടിൽ തോമസ് മരിച്ചത്. അപകടത്തിൽ സഹോദരൻ പൗലോസിന് ഗുരുതരമായി പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകിട്ടാണ് മരം വൈദ്യുത കമ്പിയിലേക്ക് വീണ് റോഡിനു കുറുകെ അപകടാവസ്ഥയിൽ കിടന്നത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് KCB ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചെങ്കിലും മരം മുറിച്ചു മാറ്റാനോ അപകട മുന്നറിയിപ്പ് ഒരുക്കാനോ നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെ കൃഷിയിടത്തിലേക്ക് പോകുന്നതിനിടെയാണ് തോമസും പൗലോസും സഞ്ചരിച്ച സ്കൂട്ടർ മരത്തിലിടിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന തോമസിന്റെ തലയിലും ശരീരത്തും ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ പൗലോസ് ചികിത്സയിൽ തുടരുകയാണ്. അപകടത്തിൽ അധികൃതരുടെ അനാസ്ഥ അന്വേഷിക്കണമെന്നും റോഡുകളിൽ അപകട ഭീഷണിയായി കിടക്കുന്ന മരങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ചാലക്കുടി. KSEB അധികൃതരുടെ അനാസ്ഥ മൂലം മനുഷ്യജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ചാലക്കുടിയിൽ CPM പ്രതിഷേധ മാർച്ച് നടത്തി. സ്കൂട്ടർ യാത്രികന്റെ മരണത്തിൽ നാട്ടുകാരുടെ ആരോപണവും ശക്തമാണ്. അപകടാവസ്ഥയിൽ കിടന്ന മരവും ലൈനും നീക്കം ചെയ്യാൻ KSEB നടപടി സ്വീകരിച്ചില്ല എന്നാണ് ആരോപണം. KSEB അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതായി ആരോപിച്ച് CPM കാഞ്ഞിരപ്പള്ളി കുറ്റിച്ചിറ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുറ്റിച്ചിറ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഓഫീസിന് മുന്നിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞതിനെ തുടർന്ന് സമരം CPM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CG സിനി അധ്യക്ഷയായി. ജനീഷ് P ജോസ്, VM കരീം, KP പോൾസൺ, PC മനോജ്, ടോമി കളമ്പാടൻ എന്നിവർ സംസാരിച്ചു. അതേസമയം റോഡിന് കുറുകെ ഇലക്ട്രിക് ലൈനിൽ തങ്ങിക്കിടന്ന മരത്തിലിടിച്ച് സ്കൂട്ടർ യാത്രികനായ മോതിരക്കണ്ണി മണ്ണമ്പുറം തളിയൻ വീട്ടിൽ തോമസ് മരിച്ചു. ശനിയാഴ്ച പുലർച്ചെ 5ഓടെയായിരുന്നു അപകടം. വെള്ളിയാഴ്ച വൈകുന്നേരം ഇലക്ട്രിക് ലൈനിൽ തെങ്ങ് വീണതായി നാട്ടുകാർ അറിയിച്ചു. തുടർന്ന് KSEB ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചെങ്കിലും
അപകടാവസ്ഥയിൽ കിടന്ന മരവും ലൈനും നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം. അപകടത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ RDO സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ KSEBയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതായി ബോധ്യപ്പെട്ടതായി അറിയിച്ചു. കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ പ്രതിപട്ടികയിലുള്ള CPM നേതാക്കൾ കൊച്ചിയിലെ പ്രത്യേക PMLA കോടതിയിൽ ഹാജരായി. കേസിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കേസിൽ 83 പ്രതികളാണുള്ളത്. ഇവരിൽ ചിലർക്കെതിരെ നേരത്തെ തന്നെ നടപടികൾ ആരംഭിച്ചിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ പ്രതിപട്ടികയിലുള്ള മുതിർന്ന CPM നേതാക്കൾ കൊച്ചിയിലെ പ്രത്യേക PMLA കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. മുൻ മന്ത്രിമാരായ KC മൊയ്തീൻ MLA, K രാധാകൃഷ്ണൻ MP, മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരടക്കം 8 പേരാണ് ഇന്ന് കോടതിയിലെത്തിയത്. വിചാരണ നടപടികൾക്ക് മുന്നോടിയായാണ് പ്രതികൾ കോടതിയിൽ നേരിട്ട് ഹാജരായത്. ED സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട 28 പേരിൽ 8 പേർ ഇന്ന് ഹാജരായി ജാമ്യമെടുക്കുകയായിരുന്നു. ബാക്കിയുള്ളവർ ഈ മാസം 21-നകം ഹാജരാകണം. കേസിൽ 68-ാം പ്രതിയാണ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഇന്ന് ആരും ഹാജരാകാത്ത സാഹചര്യത്തിൽ ജൂലൈ 21-ന് തൃശൂർ ജില്ലാ സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് കോടതി കർശന നിർദ്ദേശം നൽകി. തങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് CPM പ്രവർത്തകരായതുകൊണ്ടാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടതെന്ന് K രാധാകൃഷ്ണൻ MP പ്രതികരിച്ചു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. മൊത്തം 83 പ്രതികളാണ് കേസിലുള്ളത്. 2012-2013 കാലയളവിൽ പാർട്ടി നേതാക്കളുടെ നേതൃത്വത്തിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടന്നതായാണ് EDയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് 128.82 കോടി രൂപയുടെ ആസ്തികൾ ED കണ്ടുകെട്ടിയിരുന്നു. നേരത്തെ നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ഇവർ വിചാരണ നേരിടണമെന്ന് ഉത്തരവിട്ടിരുന്നു. പ്രതികൾ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന കുറ്റപത്രത്തിന്റെ പകർപ്പ് പരിശോധിച്ച ശേഷം വിടുതൽ ഹർജി സമർപ്പിക്കാനുള്ള സാധ്യതയും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മീഡിയ ടൈം, കൊച്ചി. ശ്രീനാരായണപുരം മാന്തുരുത്തിക്കടവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. തകർന്ന റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് CPM നേതൃത്വം അറിയിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 11-ൽ കോതപ്പറമ്പ് മുതൽ മാന്തുരുത്തിക്കടവ് വരെയുള്ള റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി CPM SN പുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ദേശീയപാത 66-ന്റെ നിർമ്മാണത്തിനായി കോട്ടപ്പുറം നദിയിൽ നിന്ന് ഡ്രഡ്ജിംഗ് വഴി ശേഖരിച്ച മണലും നിർമ്മാണ സാമഗ്രികളും ഈ റോഡിലൂടെയാണ് ടോറസ് ലോറികളിൽ കൊണ്ടുപോയിരുന്നത്. ഇതോടെ ടൈൽ വിരിച്ച 185 മീറ്റർ റോഡും 700 മീറ്റർ ടാർ റോഡും ഉൾപ്പെടുന്ന പഞ്ചായത്ത് റോഡ് ഗുരുതരമായി തകർന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് പുനർനിർമ്മിക്കുമെന്ന വ്യവസ്ഥയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തും സ്വിസ് ഇൻഫ്രാ വെഞ്ചർ കമ്പനിയും കരാറിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും കരാർ കാലാവധി അവസാനിക്കാറായിട്ടും റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. പുഴയിൽ നിന്നും അവർ ഡ്രഡ്ജ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡുകളിലൂടെയാണ് കൊണ്ടുപോകേണ്ടത്. 40-50 ടൺ ഭാരമുള്ള അതിലെല്ലാം മണൽ നിറച്ച് ഈ ഗ്രാമീണ റോഡുകളിലൂടെ പോകുമ്പോൾ ആ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ച ആ റോഡുകളെല്ലാം തകരും. പഞ്ചായത്തിൻ്റെ നിയമപ്രകാരം ഒരു തവണ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതൊരു നിശ്ചിത കാലയളവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പഞ്ചായത്തിന് അവരുടെ പണം ഫണ്ടിൽ നിന്നും ആ റോഡിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയും. കോതപ്പറമ്പ് സെന്ററിൽ നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് CPM നേതൃത്വം അറിയിച്ചു. ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ലോക്കൽ സെക്രട്ടറി MS മോഹനൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, ജനപ്രതിനിധികളും പാർട്ടി നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുത്തൻവേലിക്കരയിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കേബിളുകൾ KSEB അനധികൃതമായി മുറിച്ചു മാറ്റിയതായി ആരോപണം. ഇതിനെ തുടർന്ന് പ്രദേശത്ത് ഇന്റർനെറ്റ് സേവനവും കേബിൾ TV സേവനങ്ങളും പൂർണ്ണമായും തടസ്സപ്പെട്ടു. വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയത്തുണ്ടായ തടസ്സം പുത്തൻവേലിക്കര മേഖലയിൽ ഏകദേശം 1000-ഓളം വീടുകളെ ബാധിച്ചതായി ഓപ്പറേറ്റർമാർ പറയുന്നു. സേവനങ്ങൾ നിലച്ചതോടെ ഉപഭോക്താക്കൾക്കും വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. കേബിൾ മുറിച്ചതിലൂടെ ഓപ്പറേറ്റർമാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായതായും ഓപ്പറേറ്റർമാർ ആരോപിക്കുന്നു. യോഗക്ഷേമ സഭ അന്നമനട ഉപസഭയുടെ നേതൃത്വത്തിൽ ഹിരൺമയം 2026 സംഘടിപ്പിച്ചു. പൂജാ തത്വവും സോപാന സംഗീതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ചർച്ച യോഗക്ഷേമ സഭ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ മേലേടം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ 32 ഉപസഭകളാണുള്ളത്. ആ 32 ഉപസഭകളുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വെച്ചുകൊണ്ട് ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അന്നമനടയിലെ ഇന്നത്തെ ഈ അതിവിശിഷ്ടമായ ഒരു സെമിനാർ നമ്മൾ കൊണ്ടാടുന്നത്. അന്നമനട എന്ന ആ ഒരു ശബ്ദം ചില സ്ഥലനാമങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ആ സ്ഥലത്തോടൊരു പ്രത്യേക ആഭിമുഖ്യം നമുക്ക് തോന്നുകയാണ്. ആ ഓരോ അക്ഷരങ്ങളും അതങ്ങനെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദസുഖം, അത് വെറും വാക്ക് മാത്രമല്ല, അന്നമനടയുടെ പാരമ്പര്യവും സംഗീത മേള പാരമ്പര്യം നമ്മളെ വിളിച്ചറിയിക്കുന്ന കാര്യമാണ്. ഉപസഭാ പ്രസിഡന്റ് ദീപു N മംഗലം അധ്യക്ഷനായ പരിപാടിയിൽ പാമ്പുമേക്കാട്ട് ജാതവേദൻ നമ്പൂതിരി വിഷയാവതരണം നടത്തി. ചെങ്ങോത്ത് ശ്രീനിവാസൻ, കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ, ഹരി അരിയന്ന മംഗലം, TN രവീന്ദ്രനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ഉദയ പ്രൊവിൻസിന്റെ കീഴിൽ അധ്യാപക സംഗമം നടത്തി. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ധന്യ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട വിദ്യാജ്യോതി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ സിബു കള്ളാപ്പറമ്പിൽ എന്നിവർ ക്ലാസ് നയിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി ഉദയ പ്രൊവിൻസ് ഏർപ്പെടുത്തിയ സമരിറ്റിൻ അവാർഡിന് വിവിധ വിഭാഗങ്ങളിലെ അധ്യാപകർ അർഹരായി. LP വിഭാഗത്തിൽ LF ഇരിഞ്ഞാലക്കുടയിലെ മരിയ ജോസ്, UP വിഭാഗത്തിൽ സൊക്കോൾസോ മാളയിലെ ഷിജി ജോസ്, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഡോണൽ ഡിസൽവ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് ജോസഫ് ആനന്ദപുരം എന്നിവരാണ് അവാർഡിന് അർഹരായത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ച് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബഷീറിന്റെ രചനാ വൈഭവത്തെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും രാധാലക്ഷ്മി ആനാട്ടെ, MK മോഹനൻ, കലാഭവൻ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുള്ളക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷംസു വെളുത്തേരി അധ്യക്ഷതയായി. വാർഡ് മെമ്പർമാരായ പ്രീതി രാജശേഖരൻ, രമേശ് മാടത്തിങ്കൽ, PR രതീഷ്, ഫസ്ന റിജാസ് എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പരിപാടികൾക്ക് നേതൃത്വം നൽകി. അന്നമനട സർവീസ് സഹകരണ ബാങ്ക് SSLC +2 അവാർഡ് വിതരണവും പ്രതിഭാ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. മന്ത്രി OJ ജനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്ഥലത്തും എൻ്റെ കാരണം പുതിയ സ്റ്റോക്കുമില്ല, സ്റ്റോക്ക് ഉണ്ടാക്കുന്ന സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ പൊതുവിൽ ഇങ്ങനെ ഈ ഒരു സീസണാണ് SSLC +2 പരീക്ഷകളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അനുമോദനങ്ങളിലേക്ക് മേഖല കാലമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പറയുന്നത് തന്നെയാണെങ്കിൽ കൂടി SSLC +2 പരീക്ഷയിൽ റിസൾട്ട് വരുന്നു, A+ കിട്ടുന്നു, നാട്ടിൽ വലിയ രീതിയിലുള്ള സ്വീകരണം ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളിലും ബോർഡുകളിൽ നമ്മുടെയൊക്കെ ചിത്രം വരുന്നു. പള്ളി കമ്മിറ്റിയായാലും മംഗല കമ്മിറ്റിയായാലും ബാങ്കുകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സംഘടനകളെല്ലാം നമ്മളെ അനുമോദിക്കുന്നു, ആദരിക്കുന്നു. ഈ അനുമോദനങ്ങളിലെയും ആദരങ്ങളിലേക്ക് അപ്പുറത്ത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത പഠനത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. ബാങ്ക് പ്രസിഡന്റ് നിർമ്മൽ C പാത്താടൻ അധ്യക്ഷത വഹിച്ചു.
സമ്മേളനത്തിൽ ജനപ്രതിനിധികളായ സുഭാഷിണി, രാജീവ്, സുനിത സജീവൻ, സാജൻ, PD ജോസ്, ബൽക്കി സലാം, ശരത് മോഹൻ, സൗമ്യ ജോജി തുടങ്ങിയവരും ബാങ്ക് ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു. കുടൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം ജൂലൈ 10 മുതൽ 15 വരെ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ക്ഷേത്ര തന്ത്രി പട്ടം തുരുത്തിയ മേഘാട്ടമന ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ക്ഷേത്ര പുനരുദ്ധാരണവും ചൈതന്യ വർധനവുമായി ബന്ധപ്പെട്ട വിശേഷാൽ കർമ്മങ്ങളാണ് കലശ ചടങ്ങുകളുടെ ഭാഗമായി നടക്കുന്നത്. അഷ്ടബന്ധ കലശം അത്യന്തം സങ്കീർണവും ചെലവേറിയതുമായ ചടങ്ങായതിനാൽ എല്ലാ ഭക്തരുടെയും സാമ്പത്തിക സഹകരണവും പിന്തുണയും സംഘാടകർ അഭ്യർത്ഥിച്ചു. ശരിക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പണ്ടുണ്ടായിരുന്ന രീതിയിലൊക്കെ പ്രത്യേകിച്ചും ഇത് 12 കൊല്ലം കൂടുമ്പോഴാണ് സാധാരണ രീതിയിൽ അഷ്ടബന്ധ കലശങ്ങൾ നടത്താറ്. അത് പീഠവും വിഗ്രഹവും തമ്മിൽ ഉറപ്പിക്കുന്ന സാധാരണ അഷ്ടബന്ധം അത് അപ്പോൾ അതിനേക്കാൾ വലുത് വരുന്നത് ഈ ക്ഷേത്ര ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ഭരണാധികാരികളുടെയും കുറവ് കൊണ്ട് ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിന് ചൈതന്യ ശോഷണം ആകാം എന്നുള്ളതുകൊണ്ട് അത് പുനഃസ്ഥാപിക്കാനായിട്ട് ശോഷണം തടയാനായി ആണ് സാധാരണ രീതിയിൽ അഷ്ടബന്ധ കലശമൊക്കെ നടത്താറുള്ളത്. കുടൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അത് ഒരു മഹാക്ഷേത്രമാണ്. പിന്നെ പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ്. മഹാക്ഷേത്രം എന്നുള്ള രീതിയിൽ വളരെ കുറവാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിഗ്രഹം പീഠത്തിൽ നിന്ന് 6 അടിയോളം ഉയരമുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിഗ്രഹം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് പ്രൊഫസർ ഉണ്ണികൃഷ്ണ മേനോൻ, സെക്രട്ടറി ആശാ മധു, ജനറൽ കൺവീനർ വിജേഷ് മാരാർ, ദേവസ്വം ഓഫീസർ ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കോട്ടപ്പുറം സെന്റ് തോമസ് കപ്പേളയിൽ വിശുദ്ധ തോമസ് ലിഹായുടെ തിരുനാൾ സമാപിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപരാമെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കിഡ്സ് കോട്ടപ്പുറം ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ നിമേഷ് കാട്ടാശ്ശേരി വചനപ്രഘോഷണം നടത്തി. തുടർന്ന് സമാപന ആശീർവാദം, ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ് എന്നിവ നടന്നു. തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഡൊമിനിക് പിൻഹീറോ, സഹവികാരിമാരായ ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ ടോണി തോമസ് കുന്നത്തൂർ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ VM ജോണി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരിയിലുണ്ടായ ശക്തമായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരം വീണും കാറ്റിൽ പറന്നും കേടുപാടുകൾ സംഭവിച്ചു. ചാലക്കുടിയിൽ റോഡിന് കുറുകെ വൈദ്യുതി കമ്പിയിൽ തട്ടിക്കിടന്ന മരത്തിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ പ്രതിപട്ടികയിലുള്ള CPM നേതാക്കൾ കൊച്ചിയിലെ പ്രത്യേക PMLA കോടതിയിൽ ഹാജരായി. കേസിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.